സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നേതൃത്വം വഹിക്കുന്ന ആളുകളെ ബന്ധപ്പെടാൻ ചുമതലപ്പെടുത്തിയിരുന്ന അനുസരിച്ച് ഞാൻ ആദ്യമായി ശ്രമിച്ചത് കേരളത്തിലെ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എങ്ങനെ കാണാൻ സാധിക്കും എന്നറിയാൻ മലമ്പുഴ MLA വി കൃഷ്ണദാസിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനുള്ള വ്യവസ്ഥ ചെയ്യാം. 1975 ജൂലൈ 30 അദ്ദേഹത്തെ കാണാൻ വ്യവസ്ഥ ചെയ്യാം. തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ 25 നമ്പർ മുറിയിൽ ചെന്നാൽ കാണാൻ സാധിക്കും എന്ന് കൃഷ്ണദാസ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ദിവസം നിശ്ചിത സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ 25 നമ്പർ മുറിയിലെത്തി. ആ മുറിയിലുണ്ടായിരുന്നത് EMS ആയിരുന്നില്ല, VS അച്യുതാനന്ദനായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസംബ്ലി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, EMSനെ കാണാൻ പറ്റില്ല, കാരണം നിങ്ങളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കാണില്ല എന്നാണ് EMS തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ദിവസം ജയിലിൽ കിടന്നാണ് ആദ്യഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പുറത്തു വന്ന സമയത്ത് ഇങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കണം കാണില്ല എന്ന്. എന്തായാലും കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ലോകസംഘർഷ സമിതി നടത്താൻ പോകുന്ന സമരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയാണ് നേതൃത്വം കൊടുക്കേണ്ടത്, ഞങ്ങളതിൽ സഹകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇങ്ങനെ പറയാൻ മാനനീയ ഭാസ്കറാവും എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. RSS അടക്കം എല്ലാ സംഘടനകളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യാം, അത് ചെയ്യുന്നതിൽ സഹകരിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സമരത്തിനില്ല, ഞങ്ങൾ തൊഴിലാളികളുടെ ബോണസ് അവകാശം എടുത്ത് കളഞ്ഞതിനെതിരെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് കവിഞ്ഞ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞാൻ നിരാശനായിട്ട് തിരിച്ചുപോയി.